നാവികസേനയിൽ വൻ നവീകരണം. 2035 200-ലധികം യുദ്ധക്കപ്പലുകൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ നാവികസേന. ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിരിക്കും ഇത്. 2035 കപ്പലുകളുടെ എണ്ണം 200-ൽ കൂടുതലായി വർദ്ധിപ്പിച്ച് നാവികസേനയുടെ വലിപ്പം കൂട്ടാനാണ് ഇന്ത്യൻ നാവികസേന ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ 2026 ഇത്തരം 15 കപ്പലുകൾ കൂടി നിർമ്മിക്കാനും നാവികസേന ലക്ഷ്യമിടുന്നുണ്ട്. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് ഈ പദ്ധതികൾ അറിയിച്ചതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ ദീർഘകാല ലക്ഷ്യങ്ങളുടെ രൂപരേഖ അഡ്മിറൽ ത്രിപാഠി അവതരിപ്പിച്ചു. പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുകയും കപ്പൽ നിർമ്മാണ പ്രക്രിയയിൽ സ്വാശ്രയത്വം കൈവരിക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2035 ഇന്ത്യൻ നാവികസേനയ്ക്ക് 200-ലധികം കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 200-ലധികം കപ്പലുകളുള്ള ഒരു സേനയായി മാറാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കാഴ്ചപ്പാട് അഡ്മിറൽ ത്രിപാഠി എടുത്തുകാട്ടി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വിശാലമായ പദ്ധതിയുടെ ഭാഗമായി 2025 ഇന്ത്യൻ നാവികസേന 12 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്തു. 2026 15 കപ്പലുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള പദ്ധതികളോടെ ഈ കുതിപ്പ് തുടരുന്നു. ഇത് അത്ഭുതപൂർവമായിട്ടുള്ള ഒരു മാനദണ്ഡം സൃഷ്ടിക്കുകയും നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഉൽപാദന നിരക്ക് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അവിഭാജ്യ പ്രദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന നാവികസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു. 2047 ആത്മനിർഭർ നാവികസേന, ആത്മനിർഭർ അഥവാ സ്വാശ്രയത്വം എന്ന ആശയം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നതിൽ നിന്ന് ട്രസ്റ്റ് ഇൻ ഇന്ത്യ എന്നതിലേക്ക് വളരുമെന്നും 2047 സ്വാശ്രയത്വം കൈവരിക്കാനാണ് നാവികസേന ലക്ഷ്യമിടുന്നതെന്നും സേനാ മേധാവി വ്യക്തമാക്കി. സേനയുടെ ആത്മനിർഭർ ശ്രമങ്ങൾ ഈ കപ്പലുകൾ അതീവ ശേഷികളോടും പ്രവർത്തനക്ഷമതയോടും കൂടിയാണ് സേവനത്തിൽ എത്തുന്നതെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുതുതായി കമ്മീഷൻ ചെയ്ത മറ്റൊരു കപ്പലായ INS അഞ്ച്ദീപ് ലാർസൻ ആൻഡ് ടൗബ്രോ കാട്ടുപള്ളി കപ്പൽശാലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന വൈദഗ്ധ്യമുള്ള എഞ്ചിനീയർമാരുടെയും ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെയും പങ്കാളിത്തത്തോടെയാണ് ഇത് പൂർത്തിയാക്കിയത്. മറുവശത്ത് കോമ്പാറ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനം നിർമ്മിച്ചത് ഗാസിയാബാദിലാണ്. ഇത് പ്രതിരോധ ഉൽപാദന സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്.